നമസ്കാരം. ചലഞ്ചർ ആപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തത് സർക്കാർ പദ്ധതികളായിരുന്നു. ഒരു 40ഓളം പദ്ധതികൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ അതിന്റെ രണ്ടാം ഭാഗമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു 30ഓളം പദ്ധതികൾ നമ്മൾ ഇന്നും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാവരും കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ കണ്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയുള്ള ക്ലാസ്സുകളും കാണാൻ വേണ്ടി ശ്രമിക്കാം. ഇന്നത്തെ ഈ ഒരു സർക്കാർ പദ്ധതികൾ കഴിഞ്ഞാൽ നാളെ വീണ്ടും നമ്മൾ മറ്റൊരു ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും നിങ്ങൾക്ക് വരാൻ പോകുന്ന പരീക്ഷകൾക്ക് മുമ്പ് തന്നെ, അതായത് LDCയുടെയും LPBയുടെ ഒക്കെ പരീക്ഷയ്ക്ക് മുമ്പ് തന്നെ തീർച്ചയായിട്ടും ഈ ഒരു സീരീസ് അവസാനിക്കുന്നതായിരിക്കും. ഈ സീരീസിൽ നിന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാവുന്നതാണ് ഒരുപാട് ചോദ്യങ്ങൾ, കറണ്ട് അഫയേഴ്സിന്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഈ സീരീസിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. വരാൻ പോകുന്ന CPO, LDC, LPP എല്ലാ പരീക്ഷകൾക്കും അത് ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പോൾ നിരന്തരം കാണാൻ വേണ്ടി ശ്രമിക്കാം. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് കൂടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ക്ലാസ്സോട്ട് കിടക്കാം. അപ്പൊ സർക്കാർ പദ്ധതികൾ 41ാമത്തെ ചോദ്യം നോക്കാം. 41ാമത്തെ ചോദ്യം: സ്കൂൾ കുട്ടികളിൽ പൗരബോധം വളർത്തുക എന്ന ലക്ഷ്യത്തിൽ കേരള ഹൈക്കോടതി ലീഗൽ സർവീസസ് കമ്മിറ്റി നടപ്പാക്കുന്ന പദ്ധതി ഏതാണ്? സ്കൂൾ കുട്ടികളിൽ പൗരബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ കേരള ഹൈക്കോടതിയുടെ ലീഗൽ സർവീസസ് കമ്മിറ്റി നടപ്പാക്കുന്ന പദ്ധതി ഏതാണ്? വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ്. ഉത്തരം സംവാദ. എന്താണ്? സംവാദ. മനസ്സിലാക്കുക. ഇത് കേരളത്തിലുള്ള CBSE, സ്റ്റേറ്റ്, ICSE സ്കൂളുകളിലെ 8 മുതൽ 12 വരെ ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ പരിപാടി ഉള്ളത്. ഓക്കെ, സംസ്ഥാനത്തുടനീളമുള്ള സ്കൂൾ വിദ്യാർത്ഥികളിൽ മൂല്യാധിഷ്ഠിത പൗരബോധം, എന്താണ്? മൂല്യാധിഷ്ഠിത പൗരബോധം വളർത്തിയെടുക്കുക. അഴിമതിയെയും നിഷേധാത്മക സ്വാധീനങ്ങളെയും ചെറുക്കാൻ കഴിവുള്ള ഉത്തരവാദിത്തമുള്ള പൗരന്മാരായിട്ട് അവരെ വാർത്തെടുക്കുക എന്നൊക്കെയുള്ളതാണ് ഈ പദ്ധതിയുടെ ഒരു ഉദ്ദേശ ലക്ഷ്യം എന്ന് മനസ്സിലാക്കുക കേട്ടോ. സംവാദ എന്നാണ് ഇതിന്റെ പദ്ധതിയുടെ പേര്. 42ാമത്തെ ചോദ്യം ഇതാ: പട്ടികവർഗ വിഭാഗക്കാരുടെ കൈവശമുള്ള കാർഷികേതര ഭൂമി കൃഷിയോഗ്യമാക്കിയും കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ കേരള സർക്കാർ ആരംഭിക്കുന്ന പദ്ധതി ഏതാണ്? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് കേട്ടോ. പട്ടികവർഗ വിഭാഗക്കാരുടെ കൈവശമുള്ള കാർഷികേതര ഭൂമിയെ കൃഷിയോഗ്യമാക്കി കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയാണ് ഹരിതരശ്മി. എന്താണ്? ഹരിതരശ്മി എന്നുള്ളതാണ് പദ്ധതിയുടെ പേര്. ഹരിതരശ്മി. ഓക്കെ, ഇനി 43ാമത്തെ ചോദ്യം: കിടപ്പ് രോഗികൾക്ക് റേഷൻ സാധനങ്ങൾ ഓട്ടോറിക്ഷയിൽ വീടുകളിൽ എത്തിച്ചു നൽകുന്ന കേരള സർക്കാർ പദ്ധതി ഏതാണ്? ഇത് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത പദ്ധതിയാണ്. അതൊന്നും കൂടെ ഒരു ക്ലാരിഫിക്കേഷൻ വരുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പോയിന്റ് ഒന്നും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കിടപ്പ് രോഗികൾക്ക്, അതായത് നിർധനരും നിരാലംബരമായിട്ടുള്ള ആളുകൾ, ഓക്കെ, അത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട്, അതായത് കിടപ്പ് രോഗികൾക്ക് വേണ്ടിയിട്ട് റേഷൻ സാധനങ്ങൾ ഓട്ടോറിക്ഷയിൽ വീട്ടിൽ എത്തിച്ചു കൊടുക്കുന്ന പദ്ധതി. എന്താണ് പദ്ധതിയുടെ പേര്? ഒപ്പം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഒപ്പം കേട്ടോ. അപ്പൊ ഒപ്പം പദ്ധതിയുടെ ഒരു പോയിന്റ് കൂടെ അഡീഷണൽ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു പോയിന്റ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കിടപ്പ് രോഗികൾക്ക് റേഷൻ സാധനങ്ങൾ ഓട്ടോറിക്ഷയിൽ വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്നു. അല്ലെങ്കിൽ നിരാലംബരായിട്ടുള്ള ആളുകൾക്ക് ഓട്ടോറിക്ഷയിൽ റേഷൻ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നു. ഈ പദ്ധതി എന്താണ് പേര് അറിയപ്പെടുന്നത്? ഇതാണ് ഈ പദ്ധതിയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് മനസ്സിലാക്കുക. അതല്ലാണ്ട് എല്ലാവർക്കും റേഷൻ സാധനങ്ങൾ വീട്ടിൽ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതെല്ലാം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, ഇനി 44: സംസ്ഥാന സർക്കാരിന്റെ 100 ദിന പരിപാടികളുടെ ഭാഗമായി സ്ത്രീകളുടെ സ്വയരക്ഷയ്ക്കും, ശ്രദ്ധിച്ചിരിക്കേണ്ട പോയിന്റാണ്, സ്ത്രീകളുടെ സ്വയരക്ഷയ്ക്കും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനുമായി ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ്? സംസ്ഥാന സർക്കാരിന്റെ 100 ദിന പരിപാടിയുടെ ഭാഗമായിട്ട് കേട്ടോ. ഉത്തരം എന്താണ്? ധീരം. അപ്പൊ സ്ത്രീകളുടെ സ്വയരക്ഷ, ആത്മവിശ്വാസം ഇവ രണ്ടും വർദ്ധിപ്പിക്കാൻ വേണ്ടി സർക്കാർ ആരംഭിച്ചിരിക്കുന്ന പദ്ധതിയാണ് ധീരം എന്ന് മനസ്സിലാക്കാം. 45: ഫ്രീഡം കെയർ. എന്താണ്? ഫ്രീഡം കെയർ. ശ്രദ്ധിച്ചിരിക്കേണ്ട പോയിന്റാണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റാണ്. ഫ്രീഡം കെയർ എന്ന പേരിൽ സാനിറ്ററി നാപ്കിൻ വിപണിയിൽ എത്തിക്കുന്ന കേരളത്തിലെ ജയിൽ ഏതാണ്? അപ്പോൾ ജയിൽ വകുപ്പിന്റെ വിവിധ പ്രൊഡക്റ്റുകൾ, ചപ്പാത്തി അടക്കമുള്ള വിവിധ പ്രൊഡക്റ്റുകൾ ആണെങ്കിൽ ഓൾറെഡി പൊതുജനങ്ങൾ സ്വീകരിച്ചതാണ്. അക്കൂട്ടത്തിലോട്ട് പുതിയൊരു പ്രൊഡക്റ്റ് കൂടെ വരുന്നു. സാനിറ്ററി നാപ്കിൻ ആണ്. ഫ്രീഡം കെയർ എന്നുള്ളതാണ് ഇതിന്റെ ഒരു പേരെന്ന് പറയുന്നത്. ഏത് ജയിലാണ് ഇത് പുറത്തിറക്കുന്നത് നോക്കാം. കാക്കനാട് വനിതാ ജയിൽ. അപ്പൊ കാക്കനാട് വനിതാ ജയിലിലാണ് ഫ്രീഡം കെയർ എന്നുള്ള പേരിൽ സാനിറ്ററി നാപ്കിൻ എന്ന് പറയുന്ന ഉൽപ്പന്നം ഒക്കെ വിപണിയിൽ എത്തിക്കുന്നത് അറിഞ്ഞിരിക്കണം. യെസ്. 46: അന്തരീക്ഷത്തിൽ അളവിൽ കൂടുതലുള്ള മാരകവാതകങ്ങൾ, എന്താണ്? മാരകവാതകങ്ങളെ ചെറുക്കുന്നതിനും ഹരിതഗൃഹവാതകങ്ങൾ പരിമിതപ്പെടുത്തുന്നതിനുമായി കേരള സർക്കാർ അവതരിപ്പിക്കുന്ന പദ്ധതി ഏതാണ്? അന്തരീക്ഷത്തിൽ അളവിൽ കൂടുതലുള്ള മാരകവാതകങ്ങളെ ചെറുക്കുന്നതിനും ഹരിതഗൃഹവാതകങ്ങൾ പരിമിതപ്പെടുത്തുന്നതിനുമായിട്ട് കേരള സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയുടെ പേരാണ് നെറ്റ് സീറോ എമിഷൻ.
നെറ്റ് സീറോ എമിഷൻ കേട്ടോ. നെറ്റ് സീറോ എമിഷൻ എന്നുള്ളതാണ് പദ്ധതിയുടെ പേര് മനസ്സിലാക്കുക. നെറ്റ് സീറോ എമിഷൻ. യെസ്. നെക്സ്റ്റ് 47 ദേശീയ പഞ്ചായത്ത് അവാർഡിൽ വളരെ 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 പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, നോട്ട് ചെയ്തോളൂ. ദേശീയ പഞ്ചായത്ത് അവാർഡിൽ മികച്ച ശിശു സൗഹൃദ പഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഞാൻ പ്രതീക്ഷിക്കുന്ന ചോദ്യമാണ്. ദേശീയ പഞ്ചായത്ത് അവാർഡിൽ മികച്ച ശിശു സൗഹൃദ പഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് പഞ്ചായത്താണ്? ചെറുതന. ഏതാണ്? ചെറുതന. എനിക്ക് തോന്നുന്നു ആലപ്പുഴ ജില്ലയിലാണ് ചെറുതന പഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നത്. ദേശീയ പഞ്ചായത്ത് അവാർഡിൽ മികച്ച ശിശു സൗഹൃദ പഞ്ചായത്തായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ചെറുതന പഞ്ചായത്താണ് കേട്ടോ. നെക്സ്റ്റ് 48 ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ സമ്പൂർണ്ണ സോഷ്യൽ ഓഡിറ്റിംഗ് പൂർത്തീകരിച്ച ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? അപ്പൊ ഇന്ത്യയിൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അല്ലെ, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, അതിൽ സമ്പൂർണ്ണ സോഷ്യൽ ഓഡിറ്റിംഗ് പൂർത്തീകരിച്ച ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. അപ്പൊ സോഷ്യൽ ഓഡിറ്റിംഗ് എന്ന് പറയുമ്പോൾ പൊതുജനങ്ങളുടെ പങ്കാളിത്തത്തോടു കൂടി നടപ്പിലാക്കുന്ന ഒരു ഓഡിറ്റിംഗ് ആണ് അല്ലെ. അപ്പൊ അതിന്റെ സുതാര്യത, ട്രാൻസ്പെറൻസി ആണ് ഇവിടെ ഈ ഒരു പദ്ധതിയുടെ ട്രാൻസ്പെറൻസി ആണ് ഇത് കാണിച്ചു തരുന്നത്. അപ്പൊ ഈ പദ്ധതി എത്രത്തോളം സുതാര്യമായിട്ടാണ് നടപ്പിലാക്കുന്നതെന്നും കൂടെ തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തുന്നത്. അത് സമ്പൂർണ്ണമായിട്ട് പൂർത്തീകരിച്ചിരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? കേരളമാണെന്ന് മനസ്സിലാക്കട്ടോ. കേരളം. നെക്സ്റ്റ് അടുത്ത ചോദ്യം. തെരഞ്ഞെടുത്ത 1000 സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസസ് അല്ലെ, മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസസ് MSME എന്നൊക്കെ പറയും അല്ലെ, ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ. ഈ ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ 1 ലക്ഷം കോടി വിറ്റുവരവിലേക്ക് ഉയർത്താൻ ലക്ഷ്യമിട്ട് കേരള വ്യവസായ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി ഏതാണെന്നുള്ളതാണ് ചോദ്യം. തിരഞ്ഞെടുത്ത 1000 സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ. ഇതിന് ഉത്തരം എന്താണ്? മിഷൻ 1000. എന്താണ്? മിഷൻ 1000 കേട്ടോ. മിഷൻ 1000 എന്നുള്ളതാണ് ഈ ഒരു മിഷന്റെ പേര്. വ്യവസായ വകുപ്പാണ് ഈ ഒരു പദ്ധതി, ഈ ഒരു 1000 കോടി വിറ്റുവരവ്, 1 ലക്ഷം കോടി വിറ്റുവരവിലോട്ട് ഈ ഒരു MSME മേഖലയെ വളർത്താൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് മിഷൻ 1000 എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് 50ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ഭൂമിയുടെ എല്ലാ വിവരങ്ങളും ക്രോഡീകരിച്ചുകൊണ്ട് ഭൂമി ഏറ്റെടുക്കൽ, ദുരന്ത നിവാരണം, വിള ഇൻഷുറൻസ് തുടങ്ങിയ കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന ജിയോ പോർട്ടൽ ഏതാണ്? കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന ജിയോ പോർട്ടൽ, ജോഗ്രഫിയുടെ ജിയോ ആണ് കേട്ടോ, അംബാനിയുടെ ജിയോ അല്ല. മനസ്സിലാക്കാം. അപ്പോ ഇന്ത്യയിലെ എല്ലാ വിവരങ്ങളും ക്രോഡീകരിച്ചുകൊണ്ട് ഭൂമി ഏറ്റെടുക്കൽ, ദുരന്ത നിവാരണം, വിള ഇൻഷുറൻസ് തുടങ്ങിയ കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ജിയോ പോർട്ടൽ ഏതാണ്? ആ ജിയോ പോർട്ടലാണ് മാതൃഭൂമി കേട്ടോ. മാതൃഭൂമി ഒരു പത്രം മാത്രമല്ല, ഇപ്പോൾ ഇതിപ്പോ കേന്ദ്ര സർക്കാരിന്റെ ഒരു പോർട്ടൽ കൂടായിട്ട് മാറിയിരിക്കുന്നു. മാതൃഭൂമി എന്നുള്ളതാണ് ആ ഒരു ജിയോ പോർട്ടലിന്റെ പേരെന്ന് അറിഞ്ഞിരിക്കുക. ഇതാണ് 50ാമത്തെ ചോദ്യം. നെക്സ്റ്റ് 51 സംസ്ഥാനത്തെ ആദ്യ സോളാർ വിൻഡ് മൈക്രോ ഗ്രിഡ് പദ്ധതിയിലൂടെ മുഴുവൻ സമയവും സൗജന്യ വൈദ്യുതി ലഭ്യമാകുന്ന ആദിവാസി ഊര് ഏതാണ്? വളരെ 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 പ്രധാനപ്പെട്ട ചോദ്യമാണ്. സംസ്ഥാനത്തെ ആദ്യ സോളാർ വിൻഡ് മൈക്രോ ഗ്രിഡ് പദ്ധതിയിലൂടെ മുഴുവൻ സമയവും സൗജന്യ വൈദ്യുതി ലഭ്യമാകുന്ന ആദിവാസി ഊര് ഏതാണ്? താഴത്തുടുക്കി എന്ന് പറയുന്നത് സൈലന്റ് വാലിയുടെ മേഖലയിലുള്ള ഒരു ആദിവാസി ഊരാണ്. പാലക്കാട് ജില്ലയിലാണ് താഴത്തുടുക്കി. ഈ ഒരു ആദിവാസി ഊരിലാണ് ആദ്യമായിക്കൊണ്ടും സോളാർ വിൻഡ് മൈക്രോ ഗ്രിഡ് പദ്ധതിയിലൂടെ മുഴുവൻ സമയവും സൗജന്യ വൈദ്യുതി ലഭിക്കുന്ന ആദിവാസി ഊരായിട്ട് ഈ താഴത്തുടുക്കി മാറി എന്ന് മനസ്സിലാക്കണം. അപ്പൊ സൈലന്റ് വാലി മേഖലയിലുള്ള ഒരു ആദിവാസി ഊരാണ് താഴത്തുടുക്കി എന്ന് മനസ്സിലാക്കുക. 51. നെക്സ്റ്റ് കേരള റൂറൽ വാട്ടർ സപ്ലൈ ആൻഡ് സാനിറ്റേഷൻ ഏജൻസി വഴി നടപ്പിലാക്കുന്ന ജലനിധി. നമ്മൾ പല സ്ഥലങ്ങളിലും ജലനിധിയുടെ ബോർഡ് കാണാം അല്ലെ, ജലനിധി. ഈ ജലനിധി പദ്ധതിയില് ക്രമക്കേടുകൾ കണ്ടെത്തുന്നതിനായി വിജിലൻസിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധന ഏതാണ്? അത്ര പ്രധാനപ്പെട്ട ഒന്നല്ല ഇത്, എന്നിരുന്നാലും പോലും ഞാൻ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയതാണ്. മനസ്സിലാക്കുക. ഓപ്പറേഷൻ ഡെൽറ്റ. അപ്പൊ നിങ്ങൾ ഈ ഓപ്പറേഷൻ ഡെൽറ്റ എന്നുള്ള പേര് ഏതെങ്കിലും ഒരു ചോദ്യത്തിൽ ഓപ്ഷൻ ആയിട്ടോ മറ്റൊക്കെ കാണുവാണെങ്കിൽ പോലും അത് ഇതാണെന്ന് മനസ്സിലാക്കുക. അപ്പോ ജലനിധി പദ്ധതിയിലെ ക്രമക്കേടുകൾ എന്നാണ്. ജലനിധി പദ്ധതിയിലെ ക്രമക്കേടുകൾ കണ്ടെത്തുന്നതിനായി വിജിലൻസ് നടത്തിയ പരിശോധനയുടെ പേരായിരുന്നു എന്ത്? ഓപ്പറേഷൻ ഡെൽറ്റ. 53 കായിക മേഖലയിലെ ജനകീയവൽക്കരണം. ഇത് ശ്രദ്ധിച്ചിരിക്കേണ്ട പോയിന്റാണ്. കായിക മേഖലയിലെ ജനകീയവൽക്കരണം ലക്ഷ്യമിട്ട് കേരള സർക്കാർ നടപ്പിലാക്കുന്ന
ഒരു പഞ്ചായത്ത് ഒരു കളിക്കളം. വളരെ 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 പ്രധാനപ്പെട്ട പദ്ധതിയാണ് കേട്ടോ. ഒരു പഞ്ചായത്ത് ഒരു കളിക്കളം പദ്ധതി എന്നാണ്. ഒരു പഞ്ചായത്ത് ഒരു കളിക്കളം പദ്ധതി ആരംഭിക്കുന്നത് ഏത് പഞ്ചായത്തിലാണ്? ഓക്കെ, നമുക്ക് മുമ്പല്ല, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പൊന്നുമല്ല, കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നമുക്കറിയാം നമ്മുടെ മലയാള സിനിമയിൽ ഒരു സിനിമ ഉണ്ടായിരുന്നു, രക്ഷാധികാരി ബൈജു എന്ന് പറയുന്നത് അല്ലേ. ആ സിനിമയുടെ ഒരു ആശയം അവസാനത്തിൽ അവർ ഇതിന്റെ ഒരു ആശയമായിട്ട് ഉരുത്തിരിഞ്ഞ് വരുന്നത് തന്നെ കളിക്കാനൊരു ഗ്രൗണ്ട് വേണം എന്നുള്ളതാണ് അല്ലെ. അപ്പോൾ ആ ഒരു അതൊക്കെ ഈ ഒരു പദ്ധതി കേൾക്കുമ്പോൾ നമുക്ക് ഇതൊക്കെ ഓർമ്മയിലോട്ട് വരുന്ന ഒരു പോയിന്റ് ആണ്. അപ്പൊ എന്തായാലും മനസ്സിലാക്കുക, ഒരു പഞ്ചായത്ത് ഒരു കളിക്കളം എന്താണ്? ഒരു പഞ്ചായത്ത് ഒരു കളിക്കളം പദ്ധതി. ഈ പദ്ധതി ആരംഭിക്കുന്നത് ഏത് പഞ്ചായത്തിലാണ്? ഏത് പഞ്ചായത്തിലാണ്? കള്ളിക്കാട് പഞ്ചായത്തിൽ. അപ്പോ കേരള സർക്കാരിന്റെ ഒരു പദ്ധതിയാണത്. ഓക്കെ, കായിക മേഖലയിൽ ജനകീയവൽക്കരണം ലക്ഷ്യമിട്ടുകൊണ്ട് കേരള സർക്കാർ നടപ്പിലാക്കുന്ന ഒരു പഞ്ചായത്ത് ഒരു കളിക്കളം പദ്ധതി ആരംഭിച്ചിരിക്കുന്നത് ഓക്കെ തിരുവനന്തപുരം ജില്ലയിലെ കള്ളിക്കാട് പഞ്ചായത്തിലാണ്. എവിടെയാണ്? കള്ളിക്കാട് പഞ്ചായത്തിലാണ് കേട്ടോ. കള്ളിക്കാട് പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ നെയ്യാർ ഡാം എല്ലാം ഈ കള്ളിക്കാട് പഞ്ചായത്തിന് കീഴിലാണ് വരുന്നതെന്ന് മനസ്സിലാക്കുക. ഈ ആ ഒരു പ്രദേശത്താണ്, കള്ളിക്കാട് പഞ്ചായത്തിലാണ് ഈ നെയ്യാർ ഡാം എല്ലാം സ്ഥിതി ചെയ്യുന്നതെന്ന് കൂടെ മനസ്സിലാക്കുക. ഓക്കെ, യെസ്. 54 വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം പാർട്ട് ടൈം ജോലി ലഭ്യമാകുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച കർമ്മചാരി പദ്ധതി ആദ്യമായി നടപ്പിലാക്കുന്ന നഗരം ഏതാണ്? അപ്പൊ നമ്മൾ ഇന്നലെ ഈ കർമ്മചാരി പദ്ധതിയെ കുറിച്ച് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു അഡീഷണൽ പോയിന്റ് കൂടെ മനസ്സിലാക്കുകയാണ്. ഓക്കെ, ഇപ്പൊ ഇന്നലെ നമ്മൾ ഈ ഒരു പദ്ധതി പറഞ്ഞിരുന്നത് യൂണിവേഴ്സിറ്റികളിലെ കോളേജുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് തൊഴിൽ കണ്ടെത്തുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി ആയിട്ടായിരുന്നു അല്ലെ. അപ്പൊ അതിന് കൂടുതൽ തന്നെ ഒരു പക്ഷേ ചോദ്യം ഇങ്ങനെ വരികയാണെങ്കിൽ, അതായത് പഠനത്തോടൊപ്പം പാർട്ട് ടൈം ജോലി, ഓക്കെ, അതിനുവേണ്ടി സർക്കാർ കൊണ്ടുവന്ന പദ്ധതി പേരെന്നാണ് കർമ്മചാരി. അപ്പൊ ആ രീതിയിൽ ചോദ്യം വന്നാലും ഉത്തരം കർമ്മചാരി എന്ന് മനസ്സിലാക്കാം. അപ്പൊ എന്തായാലും ഈ പദ്ധതി ആദ്യമായിട്ട് തുടങ്ങിയത് അല്ലെങ്കിൽ നടപ്പിലാക്കിയ നഗരം ഏതാണ്? കൊച്ചിയാണെന്ന് മനസ്സിലാക്കട്ടെ. കൊച്ചിയാണ്. അപ്പോൾ അത്യാവശ്യം വലിയ നഗരമായതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്കും പാർട്ട് ടൈം ജോലി കണ്ടെത്താനും ഒക്കെ എളുപ്പമുള്ള ഒരു നഗരമായതുകൊണ്ടായിരിക്കും ഒരു പക്ഷെ കൊച്ചി തെരഞ്ഞെടുത്തത്. 55 അതിഥി തൊഴിലാളികളുടെ ആരോഗ്യവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുന്നതിനായി സംസ്ഥാന തൊഴിൽ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി ഏതാണ്? ഇന്നലെ നമ്മൾ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട് ഒരു പദ്ധതി പറഞ്ഞിരുന്നു അല്ലെ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിഥി തൊഴിലാളികളാണ്. ഈ അതിഥി തൊഴിലാളികളുടെ ആരോഗ്യം സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനായി സംസ്ഥാന തൊഴിൽ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് ആവാസ്. എന്താണ്? ആവാസ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ആവാസ്. നെക്സ്റ്റ്, ജലസുരക്ഷ. എന്താണ്? ജലസുരക്ഷയും സംരക്ഷണവും മുൻനിർത്തി ജലസ്രോതസ്സുകളുടെ വീണ്ടെടുപ്പിനായി ഹരിത കേരള മിഷന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച പദ്ധതി ഏതാണ്? വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു പദ്ധതിയും കൂടിയാണ് കേട്ടോ. നോട്ട് ചെയ്തോണേ. ജലസുരക്ഷയും സംരക്ഷണവും മുൻനിർത്തി ജലസ്രോതസ്സുകളുടെ വീണ്ടെടുപ്പിനായിട്ടും ഹരിത കേരള മിഷന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ഇനി ഞാൻ ഒഴുകട്ടെ. എന്താണ്? ഇനി ഞാൻ ഒഴുകട്ടെ. അപ്പൊ ഇനി ഞാൻ ഒഴുകട്ടെ എന്ന് പറയുന്നത് കേരളത്തിലെ ജലസ്രോതസ്സുകളുടെ വീണ്ടെടുപ്പിനായി ഹരിത കേരള മിഷന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച പദ്ധതിയാണെന്ന് മനസ്സിലാക്കട്ടോ. ഇനി ഞാൻ ഒഴുകട്ടെ. യെസ്. 57 ലഹരി വിരുദ്ധ പോരാട്ടത്തിൽ അധ്യാപകരുടെ പങ്കാളിത്തം ഉറപ്പാക്കാനും ലഹരി ഉപയോഗത്തിലേക്ക് തിരിയുന്ന കുട്ടികളെ അതിൽ നിന്ന് കരകയറ്റുന്നതിനായി എക്സൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? ഇത് ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു പദ്ധതിയാണ്. അതായത് അപ്പൊ അധ്യാപകരുടെ പങ്കാളിത്തത്തോടു കൂടി ഇത്തരത്തിൽ വഴിതെറ്റി പോകുന്ന വിദ്യാർത്ഥികളെ, അതായത് ലഹരി ഉപയോഗത്തിലോട്ട് മറ്റും തിരിയുന്ന വിദ്യാർത്ഥികളെ അതിൽ നിന്ന് കയറ്റാൻ വേണ്ടി എക്സൈസ് വകുപ്പ് ആരംഭിച്ചിരിക്കുന്ന പദ്ധതിയുടെ പേരാണ് നേർവഴി എന്നുള്ളത്. അപ്പോ അവരെ നേർവഴിക്ക് നടത്താൻ വേണ്ടി കൊണ്ടുവന്ന പദ്ധതിയുടെ പേരെന്താണ്? നേർവഴി എന്ന് തന്നെയാണ്. 58 സംസ്ഥാന സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധനയ്ക്കായി ആവിഷ്കരിച്ച പദ്ധതി. വളരെ വളരെ വിജയകരമായിട്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതിയാണ്. വമ്പിച്ച വിജയമാണ് ഈ പദ്ധതി. ഈ പദ്ധതിയുടെ ഒരു കണക്കാണെങ്കിൽ ഇത് എത്ര കുട്ടികളെ ഈ ഒരു പദ്ധതിക്ക് കീഴിൽ പരിശോധിച്ചു എന്നൊക്കെ ഉള്ളത് റീസെന്റ് പത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ലക്ഷക്കണക്കിന് കുട്ടികളെയാണ് ഈ പദ്ധതിക്ക് കീഴിലാണെങ്കിൽ ഒക്കെ അവരുടെ ആരോഗ്യ പരിശോധന നടത്തിയിട്ടുള്ളത്. അപ്പോൾ സംസ്ഥാനത്തെ വിവിധ സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ, ആ നവജാത ശിശുക്കൾക്കും മറ്റു മാരക രോഗങ്ങളൊന്നും ഇല്ല എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതൊക്കെ ഉണ്ടോ ഇല്ലെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള ടെസ്റ്റുകൾ ചെയ്യുമല്ലോ. അപ്പൊ അത്തരത്തിലുള്ള ആ ഒരു സമഗ്ര ആരോഗ്യ പരിശോധന, ആ ആരോഗ്യ പരിശോധനയ്ക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന പദ്ധതിയാണ് എന്ന് പറയുന്നത് ശലഭം. ഇതൊരു സൗജന്യ പദ്ധതിയാണ്. എല്ലാ നവജാത ശിശുക്കൾക്കും ഈ സമഗ്ര ആരോഗ്യ പരിശോധന നടത്തുന്നുണ്ട്. ശലഭം എന്നാണ് പദ്ധതിയുടെ പേര്. ഇനി ഇവിടെ അറിഞ്ഞിരിക്കേണ്ട വേറൊരു പോയിന്റ് ഉണ്ട്. ഈ ശലഭം എന്നുള്ള പേരിൽ മറ്റൊരു പദ്ധതിയും കൂടി ഉണ്ട്. അപ്പൊ ഇത് ശരിക്കും ആദ്യം മനസ്സിലാക്കുക. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധനാ പദ്ധതിയുടെ പേര് എന്താണ്? ശലഭമാണ്. ഇനി ഈ ശലഭം പദ്ധതി വേറൊരു രീതിയിലും കൂടെ മനസ്സിലാക്കേണ്ടത് എന്താണ്?
സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയ്ക്കായി, ആരുടെയാണ്? സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയ്ക്കായി ശലഭം എന്ന പദ്ധതി ആരംഭിച്ച ജില്ല ഏതാണ്? അപ്പോൾ ഒരു ജില്ലയിൽ, അതായത് കേരളത്തിലെ 14 ജില്ലകളിൽ ഒരു ജില്ലയിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ശലഭം എന്നുള്ള പേരിൽ ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. ആ ജില്ലയാണ് മലപ്പുറം ജില്ല. ഏതാണ്? മലപ്പുറം ജില്ല. അപ്പം നമ്മുടെ നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധനാ പദ്ധതിയുടെ പേരെന്താണ്? ശലഭമാണ്. എന്നാൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് മലപ്പുറം ജില്ലയിൽ ആവിഷ്കരിച്ചിരിക്കുന്ന പദ്ധതി ഏതാണ്? ശലഭമാണ്. യെസ്. 60 അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയിൽ സമ്പൂർണ്ണ സാക്ഷരരാക്കുന്ന പദ്ധതി ഏത്? നോട്ട് ചെയ്തോണേ, വെരി വെരി ഇമ്പോർട്ടന്റ് കേട്ടോ, വളരെ പ്രധാനപ്പെട്ട പദ്ധതിയാണ്. അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയിൽ സമ്പൂർണ്ണ സാക്ഷരരാക്കുന്ന പദ്ധതിയാണ് അനന്യ മലയാളം. എന്താണ്? അനന്യ മലയാളം. പദ്ധതിയുടെ പേരെന്താണ്? അനന്യ മലയാളം. സാംസ്കാരിക വകുപ്പിന് കീഴിൽ മലയാളം മിഷനാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിലാണ് ആദ്യഘട്ടമായിട്ട് ഈ പദ്ധതി ആരംഭിച്ചിരിക്കുന്നത് മനസ്സിലാക്കാം കേട്ടോ. യെസ്. നെക്സ്റ്റ് 61 ഒറ്റപ്പെട്ട മുതിർന്ന പൗരന്മാർക്ക് ദേശീയ സുരക്ഷാ പദ്ധതി. ഒറ്റപ്പെട്ട മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയിട്ടുള്ള ദേശീയ സുരക്ഷാ പദ്ധതിയുടെ പേരാണ് എൽഡർ ലൈൻ. എന്താണ്? എൽഡർ ലൈൻ. ഈ എൽഡർ ലൈൻ ഒരു നമ്പറും കൂടെ ഉണ്ട്, മനസ്സിലാക്കാം. എൽഡർ ലൈൻ ഹെൽപ്പ് ലൈൻ നമ്പറാണ് 14567. നോട്ട് ചെയ്തോണേ, 14567. PSC പല ഹെൽപ്പ് ലൈൻ നമ്പറുകൾ മുമ്പ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഓർത്തിരിക്കുക, 14567 എന്ന് പറയുന്നത് ദേശീയ സുരക്ഷാ പദ്ധതി. ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? ഒറ്റപ്പെട്ട മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയിട്ടുള്ള ദേശീയ സുരക്ഷാ പദ്ധതി ആയിട്ടുള്ള എൽഡർ ലൈനിന്റെ ഹെൽപ്പ് ലൈൻ നമ്പറാണ് 14567. നെക്സ്റ്റ് 62 പ്രൈമറി വിദ്യാർത്ഥികൾക്കുള്ള സമഗ്ര ആരോഗ്യ കായിക വിദ്യാഭ്യാസ പരിപോഷണ പദ്ധതി. സമഗ്ര ആരോഗ്യ കായിക വിദ്യാഭ്യാസ പരിപോഷണ പദ്ധതി ആർക്ക്? പ്രൈമറി വിദ്യാർത്ഥികൾക്ക്. ഉത്തരം എന്താണ്? ഹെൽത്തി കിഡ്സ്. എന്താണ്? ഹെൽത്തി കിഡ്സ്. വെരി വെരി ഇംപ്രസിംഗ് പദ്ധതിയാണ്. ഓക്കെ, അപ്പൊ നോട്ട് ചെയ്തോണേ, ഹെൽത്തി കിഡ്സ്. 63 ചുമട്ട് തൊഴിൽ മേഖലയിലെ വിവിധ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പൊതുജനങ്ങൾക്കായി സംസ്ഥാന തൊഴിൽ വകുപ്പ് ആരംഭിച്ച ആപ്ലിക്കേഷന്റെ പേരാണ് തൊഴിൽ സേവ ആപ്പ് എന്ന് പറയുന്നത്. തൊഴിൽ സേവ ആപ്പ്. അപ്പൊ ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്? ചുമട്ട് തൊഴിലാളികൾ. അപ്പൊ ചുമട്ട് തൊഴിലാളികളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കുക. അപ്പൊ അതിനു വേണ്ടിയിട്ട് പൊതുജനങ്ങൾക്കായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു പദ്ധതിയാണ്, ആപ്പാണ് തൊഴിൽ സേവ ആപ്പ് എന്ന് പറയുന്നത് കേട്ടോ. 64 സ്ത്രീകൾക്ക് ജോലി സ്ഥലങ്ങൾ സുരക്ഷിതമാക്കുന്നതിനുള്ള സാഹസ് പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? അപ്പൊ ഇനി നമ്മൾ 2-3 സംസ്ഥാനങ്ങളുടെ, അതായത് മറ്റു സംസ്ഥാനങ്ങളുടെ പദ്ധതികളാണ് പറയാൻ പോകുന്നത്. അതിൽപ്പെട്ട ഒന്നാണ് ഇത്. സാഹസ് എന്ന് പറയുന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം. അതിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്? സ്ത്രീകൾക്ക് ജോലി സ്ഥലങ്ങൾ സുരക്ഷിതമാക്കി കൊടുക്കുക. അപ്പം ഒരുപാട് പദ്ധതികൾ എല്ലാ വർഷവും നമ്മളിപ്പോൾ കേരള സംസ്ഥാന സർക്കാരിനെ കുറിച്ച് പറഞ്ഞ പോലെ വിവിധ പദ്ധതികൾ ഓരോ സംസ്ഥാനത്തും വരാറുണ്ട്. അക്കൂട്ടത്തിൽ ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട 1-2 പദ്ധതികൾ മാത്രമേ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ കഴിഞ്ഞ ക്ലാസ്സുകളിലും. അപ്പൊ ഈ ക്ലാസ്സുകളിൽ നമ്മൾ അത്തരത്തിലുള്ള 1-2 പദ്ധതികൾ മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അക്കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ് സാഹസ് എന്ന് പറയുന്നത്. കൊണ്ടുവന്നത് തെലങ്കാന കേട്ടോ. അപ്പൊ സ്ത്രീകൾക്ക് ജോലി സ്ഥലങ്ങൾ സുരക്ഷിതമാക്കുന്നതിനുള്ള സാഹസ് പദ്ധതി കൊണ്ടുവന്നത് തെലങ്കാനയാണ്. തെലങ്കാനയുടെ ഇപ്പോഴത്തെ ചീഫ് മിനിസ്റ്റർ ആരാണെന്നുള്ളത് കമന്റ് ചെയ്യുക. ഓക്കെ, യെസ്. തെലങ്കാനയുടെ ക്യാപിറ്റലും കമന്റ് ചെയ്യണേ. ഓക്കെ. നെക്സ്റ്റ് സ്വയം തൊഴിൽ അവസരം പ്രോത്സാഹിപ്പിക്കുന്നതിനും പ്രാദേശിക യുവാക്കൾക്ക് ഉപജീവനം നൽകുന്നതിനുമായി രാജീവ് ഗാന്ധി സ്വരോസ്ഗർ യോജന ആരംഭിച്ച സംസ്ഥാനം. രാജീവ് ഗാന്ധി സ്വരോസ്ഗർ യോജന. അപ്പോ പദ്ധതിയുടെ പേരെന്താണ്? രാജീവ് ഗാന്ധി സ്വരോസ്ഗർ യോജന. എന്താണ് ഉദ്ദേശം? എന്താണ്? സ്വയം തൊഴിൽ അവസരം പ്രോത്സാഹിപ്പിക്കാം, പ്രാദേശിക യുവാക്കൾക്ക് ഉപജീവനം നൽകുക. ഈ ഉദ്ദേശത്തോട് കൂടി കൊണ്ടുവന്നിരിക്കുന്ന പദ്ധതിയാണ് രാജീവ് ഗാന്ധി സ്വരോസ്ഗർ യോജന. ഇത് കൊണ്ടുവന്നിരിക്കുന്ന സംസ്ഥാനം ഹിമാചൽ പ്രദേശിലും പുതിയ ചീഫ് മിനിസ്റ്റർ ആണ്, 2 വർഷത്തിൽ താഴെ ആയിട്ടുള്ളൂ. അപ്പൊ ഹിമാചൽ പ്രദേശിന്റെ ചീഫ് മിനിസ്റ്റർ ആരാണെന്നുള്ളതും കൂടെ കമന്റ് ചെയ്യുക കേട്ടോ. ഹിമാചൽ പ്രദേശിന്റെ ചീഫ് മിനിസ്റ്റർ ആരാണെന്നുള്ളതും കൂടെ കമന്റ് ചെയ്യുക. യെസ്. നെക്സ്റ്റ് 66 തൊഴിൽ രഹിതരായ യുവാക്കൾക്ക് അവസരങ്ങൾ ലഭ്യമാകാൻ ലക്ഷ്യമിട്ടുള്ള മുഖ്യമന്ത്രി സിഖോ കാമാവോ യോജന പദ്ധതി
കൊണ്ടുവന്നിരിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരം മധ്യപ്രദേശ്. മധ്യപ്രദേശിലും പുതിയ ചീഫ് മിനിസ്റ്റർ ആണ്. മധ്യപ്രദേശിന്റെ ചീഫ് മിനിസ്റ്റർ ആരാന്നുള്ളത് കമന്റ് ചെയ്യുക, പഠിച്ചിട്ട് പോകണം. മുഖ്യമന്ത്രി സീഗോ കമാവോ യോജന കൊണ്ടുവന്നിരിക്കുന്ന സംസ്ഥാനം മധ്യപ്രദേശാണ്. അപ്പൊ നമ്മൾ ഇന്ന് ഇത്രയും പദ്ധതികളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ ഒരുപാട് പദ്ധതികൾ റിവ്യൂ ചെയ്തിരുന്നു. പല അൺഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പദ്ധതികൾ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്, ഫിൽട്ടർ ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടതും ചോദിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള 2023 പദ്ധതികളാണ് ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി ഏതെങ്കിലും പദ്ധതികൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ മറ്റുള്ള ജനറൽ കറണ്ട് അഫയേഴ്സ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് എന്തായാലും അതിന്റെ ഭാഗമായി ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ 2024 പ്രധാനപ്പെട്ട പദ്ധതികൾ മറ്റുമൊക്കെ നമ്മൾ വൈകാതെ തന്നെ 2023 കറണ്ട് അഫയേഴ്സ് അവസാനിച്ചതിന് ശേഷം 2024 ഒരു സെഷൻ വെക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ 2024 പദ്ധതികൾ മറ്റും വേറെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും ക്ലാസ് മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക, നോട്ട് ചെയ്തെടുക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായി കാണാം. താങ്ക് യു, ബൈ.